ഞങ്ങളുടെ ഇടവക എന്ന് പറയുന്നത് ഒരു 5 പഞ്ചായത്തിലായിട്ട് വ്യാപിച്ച് കിടക്കുന്ന ഒരു ചെറിയ ഇടവകയാണ്. ഏകദേശം 70ഓളം കുടുംബങ്ങൾ മാത്രമേ ഈ ഇടവകയിലുള്ളൂ. ഇവരെയെല്ലാം ചേർത്ത് പിടിച്ചോട് ഒത്തിരി ബുദ്ധിമുട്ടുകളൊക്കെ അനുഭവിക്കുന്ന ഇടവക ജനങ്ങളാണ്. കാരണം സാമ്പത്തികമായിട്ടൊക്കെ ഒത്തിരി ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന ആൾക്കാരാണ്, കൂടുതലും കൂലിപ്പണിക്കാരാണ്. എന്നാൽ അവരെല്ലാം ചേർത്ത് പിടിച്ചുകൊണ്ട് ഈ 5 പഞ്ചായത്തിലൂടെ ഓടി നടന്നിട്ട് എല്ലാവരെയും ചേർത്ത് പിടിച്ചുകൊണ്ട് സ്നേഹത്തിൽ ആ ഒരു കൂട്ടായ്മയിൽ മുമ്പോട്ട് കൊണ്ടുപോകാൻ വേണ്ടി അച്ഛന് സാധിച്ചിട്ടുണ്ട്. അച്ഛൻ ആഘോഷങ്ങളൊക്കെ വളരെ ഇഷ്ടമായിരുന്നു. അതുകൊണ്ട് തന്നെ ഓണാഘോഷവും അതുപോലെ തന്നെ തിരുനാളുമൊക്കെ വളരെ നന്നായിട്ട് ഭംഗിയായിട്ട് നടത്തണമെന്ന് അച്ഛന് ഒത്തിരി ആഗ്രഹങ്ങളുണ്ടായിരുന്നു. ഏത് സമയത്ത് പാരിഷ് കൗൺസിൽ ചേർന്ന് കഴിഞ്ഞാലും ഇതൊക്കെ അച്ഛനിങ്ങനെ നമ്മളോട് പറയുമായിരുന്നു, ചർച്ച ചെയ്യുമായിരുന്നു. അച്ഛൻ്റെ മരണവാർത്ത ഹോസ്പിറ്റലിൽ നിന്നും ആണ് എന്നെ വിളിച്ചറിയിക്കുന്നത്. ഒരിക്കലും ഇങ്ങനെയൊരു സംഭവമായിരിക്കുമെന്ന് ഒരിക്കലും എൻ്റെ മനസ്സിലുണ്ടായിരുന്നില്ല. ഷോക്ക് അടിച്ച് ഹോസ്പിറ്റലുണ്ടെന്ന് പറഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചിരുന്നത് സാധാരണ നമ്മൾ വീടിനുള്ളിൽ നിന്ന് എന്തെങ്കിലും ഷോക്കൊക്കെ അടിക്കുകയുള്ളൂ, ആ രീതിയിൽ ചെറിയൊരു സംഭവമായിരിക്കുമെന്ന് വിചാരിച്ച്. പക്ഷേ ഹോസ്പിറ്റലിലേക്ക് ഓടി വന്നപ്പോൾ ചേതനയേറ്റ അച്ഛൻ്റെ ശരീരമാണ് കണ്ടത്. ആ സമയത്ത് തന്നെയാണ് ഡോക്ടർമാരുടെ മരണം സ്ഥിരീകരിക്കുകയും ചെയ്തു. ഇടവക്കാരെ സംബന്ധിച്ച് ഒരിക്കലും ഉൾക്കൊള്ളാനാവാത്ത ഒരു സംഭവമാണ് ഇത്. കാരണം ഒരിക്കലും ഞങ്ങൾ ഇതൊരു പ്രതീക്ഷിക്കുന്നില്ല. കാരണം അച്ഛൻ എന്ന് പറയുന്നത് ഞങ്ങളുടെ ഇടവകയുടെ ഒരു ജീവനാഡി എന്ന് തന്നെ പറയും. വളരെ ചെറുപ്പക്കാരനായ ഊർജ്ജസ്വലനായ ഒരു വൈദികനായിരുന്നു. ആ ഒരു പ്രായത്തിലുള്ള വൈദികർക്ക് ഒരു മാതൃകയായിട്ട് നമുക്ക് വേണമെങ്കിൽ അച്ഛനെ മരിച്ചത് കൊണ്ടല്ല, അല്ലെങ്കിൽ പോലും നമുക്ക് മാതൃകയാക്കാവുന്ന ഒരു വ്യക്തിയാണ്. ഇത് കഴിഞ്ഞ പരിസ്ഥിതി ദിനത്തോടനുബന്ധിച്ച് ഷിൻസൻ വെച്ച ആരോഗ്യത്തിൻ്റെ തൈയാണിത്. അപ്പം ഇത് ഈ 5-ാം തീയതി ജൂൺ 5-ന് അച്ഛൻ ഇതേപോലെ സ്റ്റാറ്റസിൽ ഉണ്ടായി, ഞാൻ നട്ട ചെടി ഇത്രയും വളർന്നു എന്നൊക്കെ പറഞ്ഞിട്ട് അതൊക്കെ എല്ലാവരും കാണുകയൊക്കെ ഉണ്ടായി. അപ്പം ഈ പ്രാവശ്യം നമുക്ക് ചെടിയൊന്നും വെക്കാൻ വേണ്ടി പറ്റിയില്ല. അപ്പം അച്ഛനോട് ഞാൻ ചോദിച്ചു, നമ്മളെന്താ ഈ പ്രാവശ്യം ചെയ്യുന്നില്ല എന്ന് ചോദിച്ചപ്പം അച്ഛൻ പറഞ്ഞു, നമുക്കത് ഒരുപാട് ഇതാക്കണം, ഫലവൃക്ഷത്തൈകൾ നടണം, പ്ലാവിൻ്റെ എന്തോ തൈക്കൊക്കെ ഓർഡർ കൊടുത്തിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞു. അപ്പം അങ്ങനെ എല്ലാ ജീവജാലങ്ങളോടായാലും സസ്യങ്ങളോടൊക്കെ ആയാലും ഒരുപാട് സ്നേഹം പ്രകടിപ്പിച്ച ഒരു വ്യക്തിയായിരുന്നു. എല്ലാ ദിവസവും വിളിക്കുകയും കാണുകയും ഒക്കെ ചെയ്യുന്ന ഒരാൾ, അല്ലെങ്കിൽ നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന ഒരാൾ പെട്ടെന്ന് പോകുമ്പം ഉണ്ടാകുന്ന സങ്കടം, അതാണ് ഞങ്ങളുടെ ഓരോ പ്രവർത്തകരും നേരിട്ടുകൊണ്ടിരിക്കുന്നത്. ഞാൻ ഒരുപാട് അച്ഛൻ്റെ കൂടെ യാത്രകൾ ചെയ്തിട്ടുണ്ട്. അപ്പം അച്ഛന് കാസർഗോഡൊക്കെ പോകുമ്പോൾ പലപ്പോഴും ഞാനായിരിക്കും അച്ഛൻ്റെ വണ്ടി എടുക്കുക. അപ്പം അച്ഛനങ്ങനെ ഓരോ കാര്യങ്ങളെ പറ്റിയിട്ടും ബൈബിൾ സംബന്ധമായിട്ടും ഒക്കെ ഓരോ കാര്യങ്ങളെപ്പറ്റി വാചാലനാവുന്ന ശ്രദ്ധിച്ചിട്ടുണ്ട്. പേഴ്സണൽ പ്രെയറിൻ്റെ ഇമ്പോർട്ടൻസിനെ പറ്റിയൊക്കെ ഒരു ദിവസം പറഞ്ഞു തരികയുണ്ട്. അതേപോലെ സുഹൃത്ത് ജപങ്ങൾ ചെല്ലണം, അങ്ങനെ അതായത് ഒരുപാട് വലിയ കർക്കശമായിട്ടല്ല പറയുന്നത്, അത് ഫ്രണ്ട്ലി ടോക്കിൽ കൂടി ഇങ്ങനത്തെയൊക്കെ വിശ്വാസം പകർന്നു തരാൻ വേണ്ടിയിട്ട് അച്ഛൻ ഒരുപാട് ശ്രമിച്ചിട്ടുണ്ട്. ഞാൻ അച്ഛൻ്റെ പറ്റി ആലോചിക്കുമ്പോൾ പെട്ടെന്ന് ഓർമ്മ വരുന്നൊരു കാര്യം, ഞങ്ങൾ ദേലമ്പാടി എന്ന് പറഞ്ഞ സ്റ്റേഷൻ കൂടിയുണ്ട് മുള്ളേരിക്ക്. അപ്പം അത് 25 കിലോമീറ്റർ ദൂരെയാണ്. അപ്പോൾ ഒരിക്കൽ ഞങ്ങൾ അങ്ങോട്ട് പോകുന്ന വഴിക്ക് അവിടെ ഈ തിരുവനന്തപുരം കൊല്ലം ഭാഗത്തു നിന്നൊക്കെ വരുന്ന ടീച്ചേഴ്സ് ഉണ്ട്. അപ്പോൾ താൽക്കാലികമായിട്ട് വന്ന് നിൽക്കുന്ന അവരാണ്. അപ്പം ഒരു ദിവസം അച്ഛനിങ്ങനെ പോകുമ്പം ഇച്ചിരി 2 റോഡുണ്ട് അങ്ങോട്ട് പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഒരു റോഡ് കുറച്ച് ദൂരവും കൂടുതലാണ്, ഒരു ഗട്ടറൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ ചോദിച്ചു, നല്ല റൂട്ടിൽ കൂടെ പോയാൽ പോരെ, എന്തിനാ ഈ മോശം റൂട്ടിൽ കൂടെ പോകുന്നത്? അപ്പോൾ എന്നോട് പറഞ്ഞു, അവിടെ 2-3 ടീച്ചേഴ്സ് ഉണ്ട്, എപ്പോഴും എൻ്റെ കൂടെയാണ് വരുന്നത്. അപ്പോൾ ഞാൻ തന്നെ ചോദിച്ചു, ഇത് നമ്മൾ ഈ ഗട്ടറൊക്കെ ചവിട്ടി ഇറക്കി എന്തിനാണ് കഷ്ടപ്പെട്ട് പോകുന്നത്, അവരെങ്ങനെയെങ്കിലും വണ്ടി പിടിച്ച് വരില്ലെന്ന് ഞാൻ ചോദിച്ചു. അപ്പോൾ അച്ഛൻ പറഞ്ഞു, എടാ നമ്മൾ ഇച്ചിരി സാധനം എടുത്തു കഴിഞ്ഞാൽ 3 പേർക്കും കൂടെ വിശുദ്ധ കുർബാന കൊടുക്കാൻ വേണ്ടി പറ്റും. അങ്ങനെ ആൾക്കാരെ വിശുദ്ധ കുർബാന കൊടുക്കാനും അല്ലെങ്കിൽ വിശുദ്ധ കുർബാനയിൽ ഉൾപ്പെടുത്താനും ഒക്കെ അച്ഛന് ഭയങ്കര ഇതായിരുന്നു. അച്ഛൻ ഇത്രമാത്രം തീക്ഷ്ണവാനായിരുന്നു. ഷിൻസച്ചൻ ഞങ്ങൾക്കൊക്കെ ഒരുപാട് മറക്കാനാവാത്ത ഒരുപാട് ഓർമ്മകൾ നൽകിയിട്ടാണ് ഷിൻസച്ചൻ ഞങ്ങളെ വിട്ട് പിരിയുന്നത്. അവസാന സമയത്ത് ഈ സംഭവം നടക്കുന്ന ദിവസം രാവിലെ പതാക ഉയർത്തുമ്പോൾ ആ കൊടിമരത്തിൻ്റെ ചുവട്ടിൽ ഞാനുണ്ടായിരുന്നു. ആ പതാകയുടെ കയറിട്ട് കൊടുത്തത് എടുത്ത് അച്ഛൻ്റെ കൊടുത്തത് ഞാനായിരുന്നു. വൈകുന്നേരം ഈ പതാക താഴെ ഇറക്കുവാൻ ഞാൻ വരണോ അച്ഛാന്ന് ചോദിച്ചപ്പം വേണ്ട ചോദിച്ചേട്ടൻ്റെ കാലിനൊക്കെ വേദനയൊക്കെ അല്ലേ, ഞാൻ ദേലമ്പാടിയിൽ നിന്ന് വരുമ്പം ആ സമയത്ത് അയച്ചു വെച്ചോളാം, അത് പ്രശ്നമൊന്നുമില്ല, അതിന് വേണ്ടി വരണ്ട. അത്ര വരെ കരുതലോടുകൂടിയായിരുന്നു അച്ഛൻ്റെ ഓരോ ഇടപെടലും, അത്ര സ്നേഹപൂർവ്വമായിരുന്നു പെരുമാറ്റങ്ങൾ. എന്തായാലും കേൾക്കാൻ പാടില്ലാത്തതും സംഭവിക്കാൻ പാടില്ലാത്തതും സംഭവിച്ചു. ഇങ്ങനൊരു അപകടം സംഭവിച്ചു, ഒരു ഷോക്കേറ്റു എന്നുള്ള ഒരു വാർത്ത ആദ്യം കേട്ടപ്പം മുറിക്കുള്ളിൽ എന്തെങ്കിലും ഓവനോ അല്ലെങ്കിൽ ഫ്രിഡ്ജിൽ നിന്നോ ഉള്ള ചെറിയൊരു ഷോക്ക് വല്ലതും പറ്റിയതായിരിക്കുമെന്ന് മാത്രമാണ് വിചാരിച്ചത്.
കൊടിമരത്തിൻ്റെ ചുവട്ടിൽ കൊടിയടിച്ചപ്പോഴെന്ന് പറഞ്ഞപ്പോഴേ തന്നെ നമ്മളുടെ മനസ്സിൽ ഏറ്റവും വലിയ വിഷമമുണ്ട്. കൊടി മരം ഉണ്ടായിരുന്നതിൻ്റെ മുകളിൽ ലൈനുണ്ടെന്നുള്ളത് 10-14 കൊല്ലമായിട്ട് ഞങ്ങൾക്ക് അറിയാവുന്നതാണ്. ഞങ്ങൾ അതിനെപ്പറ്റി ആകുലപ്പെട്ടുകൊണ്ട് പോണിരുന്നത്. കാരണം രണ്ടാമത്തെ LTയും വലിക്കുമ്പോൾ ഞങ്ങളറിയാതെ ഈ ലൈൻ വലിച്ചു പോയി. അതിന് വേണ്ടത്ര ഉയരമൊന്നും അവർ കീപ്പ് ചെയ്തില്ല എന്നുള്ളത് അന്നും ഞങ്ങളുടെ മനസ്സിലുണ്ട്. എന്നാലും ഞങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ സൂക്ഷിച്ചായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത് കൊണ്ട് ഞങ്ങൾക്കതുണ്ട്. പിന്നെ പുതിയതായിട്ട് എന്നുവെച്ചാൽ ഇതിൻ്റെ ഒരു കാര്യം അടുത്ത് കഴിഞ്ഞ കൊല്ലം ഈ പതാകയെ അഴിച്ചു വെച്ചത് അച്ഛനാണ്. അപ്പോൾ അച്ഛൻ്റെ കൂടെ ഉണ്ടായിരുന്ന ഒരു പയ്യൻ ഏതൊരു കൈക്കാരൻ്റെ മകനായിരുന്നു ഇതിൻ്റെ കൂടെ ഉണ്ടായിരുന്നത്. ആ പതാക അഴിക്കുമ്പോൾ ആ മകനോട് പറയുന്നു, മോനെ മുകളിൽ ലൈനുണ്ട്, സൂക്ഷിക്കണം എന്നാൽ ഞാൻ പതാക അഴിക്കുന്നിടം വരെ അച്ഛൻ പറഞ്ഞുകൊണ്ടിരുന്നു. ആ ഒരവസ്ഥയുണ്ടായതാണ് അച്ഛൻ്റെ ഈ കൊല്ലം അച്ഛൻ്റെ മരണത്തിൽ കലാശിച്ച ഒരവസ്ഥയുണ്ടായത്. അതെങ്ങനെ സംഭവിച്ചതെന്ന് നമുക്ക് ചിന്തിക്കാൻ പറ്റുന്നില്ല. ദൈവഹിതമാണ്, ദൈവത്തിൻ്റെ നിശ്ചയമാണ് എന്ന് വിശ്വസിച്ച് ഞങ്ങൾ സമാധാനിക്കുകയാണ്. ഞാനിവിടെ ദിവസവും ദേവാലയത്തിൽ വിശുദ്ധ കുർബാനയ്ക്ക് വരുന്ന ആളായിരുന്നു. മാത്രമല്ല ഈ സ്കൂളിലെ മതാധ്യാപക കൂടിയാണ്. രാവിലെ ഞങ്ങൾ കുറച്ച് പേരെ കുർബാനയ്ക്ക് വരാനുണ്ടായിരുന്നുള്ളൂ. ഞാൻ വരുമ്പോൾ കാണുന്നത് അച്ഛൻ അൽത്താരയെല്ലാം ഒരുക്കി ഇരിക്കുമായിരിക്കും നമ്മൾ വരുമ്പോൾ കാണുന്നത്. ദൈവം അച്ഛനെ വിളിച്ചത് സ്വർഗത്തിലിരുന്ന് നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ടാവും അച്ഛൻ എന്ന് നമ്മളിപ്പം തീർച്ചയായിട്ടും വിശ്വസിക്കുന്നു. അച്ഛൻ്റെ പൊറാനപ്പള്ളി എടൂരാണ്. ആ പൊറാനപ്പള്ളിയുടെ കീഴിലാണ് ഉരുക്കുംകുറ്റി ദേവാലയം. അതാണ് എൻ്റെ അവിടുത്തെ പള്ളി. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും ഒരു നാട്ടുകാരാണ്. അപ്പം കണ്ടില്ലെങ്കിൽ അച്ഛൻ എന്നെ വിളിക്കുമായിരുന്നു, വ്യക്തിപരമായിട്ട് വിളിച്ചു ചോദിക്കാൻ എന്നാണ് വരാതിരുന്നത്. അപ്പം അത് കഴിഞ്ഞപ്പം ഞാൻ അച്ഛനോട് പറഞ്ഞിട്ട് എവിടെയെങ്കിലും പോകാറുള്ളൂ. ഞായറാഴ്ച അച്ഛൻ ഞാൻ ഉണ്ടാവുകയില്ല. കൈക്കാരൻ സ്ഥാനം ഇപ്പോഴാണ് ഏറ്റത്. അതിന് മുന്നേ ഞാൻ കമ്മിറ്റിക്കാരനാണ്. ആ വാർഡിൻ്റെ അടൂർ വാർഡിൻ്റെ കമ്മിറ്റിക്കാരനാണ്. അങ്ങനെ വ്യക്തിപരമായിട്ട് അച്ഛന് നല്ല അടുപ്പമുണ്ട്. ഞാനും വേറെ എൻ്റെ സുഹൃത്തുക്കളെ കൂടിയാണ് എല്ലാ കൊല്ലം ഇവിടെ പുൽക്കൂടുണ്ടാക്കുന്നത്. പുൽക്കൂടുണ്ടാക്കുമ്പോൾ ഞാൻ അവിടെ വയറിങ്ങിൻ്റെ പരിപാടിയൊക്കെ നടക്കുമ്പോൾ അച്ഛൻ ഞങ്ങളെ വഴക്ക് പറയായിരുന്നു. സൂക്ഷിക്കാൻ ചോദിച്ചായിരുന്നു. ഞങ്ങളുടെ പുറകെ നടന്ന് എപ്പോഴും പറയുമായിരുന്നു. അങ്ങനെ പറഞ്ഞതെന്ന് പറഞ്ഞാൽ അച്ഛൻ തന്നെ പെട്ടെന്ന് ഒരു സുപ്രഭാതത്തിൽ ഇങ്ങനെ ഒരു അബദ്ധം പറ്റി അങ്ങനെ സംഭവിച്ചെന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് ഈ ഇടവക്കാർക്ക് എന്നല്ല ആർക്കും ഈ നാട്ടിലുള്ള ഒരു മനുഷ്യനും താങ്ങാൻ പറ്റിയത് അത്ര ഒരു ഇതായിരുന്നു നടന്നത്. അച്ഛനെക്കുറിച്ച് പറയാൻ പ്രത്യേകിച്ച് കൂടുതൽ വാക്കുകളൊന്നുമില്ല എനിക്ക്. അച്ഛൻ്റെ ഒരു സൗമ്യമായ സ്വഭാവമാണ് അച്ഛനെ സംബന്ധിച്ച് എനിക്ക് അച്ഛനായിട്ട് ഏറ്റവും അടുത്ത് എല്ലാവരുമായിട്ടും ആ ചിരിച്ച മുഖത്തോടെ എല്ലാവരുമായിട്ട് അടുത്ത് ഇടപെടാൻ അച്ഛനെ കൊണ്ട് കഴിയുന്നുണ്ട്. അതുപോലെ അച്ഛൻ്റെ ആ സ്വഭാവ രീതിയിൽ വെച്ച് നോക്കുമ്പോൾ നമുക്ക് അച്ഛനായിട്ട് അടുത്ത് ബന്ധപ്പെടാൻ നമുക്ക് സാധിക്കുന്നുണ്ട്. അച്ഛനിപ്പോഴും ഈശ്വര അടുത്തുണ്ടെന്ന് ഞങ്ങൾ വിശ്വസിക്കുകയും ചെയ്യുന്നുണ്ട്. അച്ഛനുമായി ചേർന്ന് കുർബാന അർപ്പിക്കാൻ എനിക്കൊരു ഭാഗ്യമായിട്ട് ഞാൻ കരുതുകയാണ്. ഇവിടെ ഒരു മരിച്ചടക്കം നടന്നിട്ട് ആ വീട്ടിൽ ചെന്നിട്ട് ശരിക്കും അച്ഛൻ്റെ സ്വന്തം അമ്മേനെ എങ്ങനെ ചെയ്യുന്നോ എന്ന് പറഞ്ഞ പോലെ, അല്ല മരിച്ചു കിടക്കുമ്പോൾ എങ്ങനെ ചെയ്യും എന്ന് പറഞ്ഞ പോലെ ആ വീട്ടിൽ ചെന്നിട്ട് എല്ലാ കാര്യവും ബാനർ കെട്ടാനും ഡെസ്ക് പിടിച്ചിടാനും എല്ലാം ചെയ്യുന്നു. അപ്പം ഞാൻ തന്നെ ചോദിച്ചിട്ടുണ്ട്, അച്ഛാ അത് സ്വന്തമായിട്ട് ഇങ്ങനെ ചെയ്ത് കഴിയുമ്പോൾ മറ്റുള്ളവർ അടുത്ത ഇതിന് അതുപോലെ ചെയ്തില്ലെങ്കിൽ അവർ പറയുകയല്ലേ, പിന്നെ അച്ഛൻ അവർക്ക് ഇങ്ങനെ ചെയ്തു നമുക്ക് ചെയ്തില്ലല്ലോ എന്ന് പറയുകയല്ലേ. അന്നേരം പറഞ്ഞാൽ അതല്ല സിസ്റ്ററെ ഇങ്ങനെയാണെന്ന് പറഞ്ഞുകൊണ്ട് അച്ഛൻ അതുപോലെ തന്നെ കടയിൽ ചെന്നാലും നമ്മളിപ്പോൾ ഒരു ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് കയറി അവിടെ ചെന്ന് വെയിറ്ററുടെ ജോലി വേണേൽ അത് അച്ഛൻ ചെയ്യും. കാരണം അച്ഛൻ്റെ കൂടെ ഇവിടുന്ന് ടൂറ് പോയപ്പോൾ ഒത്തിരി കാരണം ഓരോരുത്തരുടെ കൂടെ ഇങ്ങനെ നിന്ന് അവരുടെ പാത്രത്തിൽ നിന്ന് ഇങ്ങനെ ആ ഒരു സ്വാതന്ത്ര്യം. അതുപോലെ തന്നെ സാധനങ്ങൾ എടുത്ത് ചായ എടുക്കാനും ഭക്ഷണം എടുക്കാനും എടുത്തത് മുൻപിൽ ഞങ്ങൾക്ക് കൊണ്ടുപോയി വെച്ച് തരും. എന്നിട്ട് അത് ആകാതെ വന്നു കഴിയുമ്പോൾ എനിക്ക് വിശക്കുന്നതെന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവരുടെ അടുത്ത് വന്ന് കൂടെ ഇരുന്ന് കഴിക്കാനും അതെടുത്ത് കഴിക്കാനും അങ്ങനെയുള്ള ഒരു സ്വാതന്ത്ര്യവും ഒരു ഫ്രീഡം അച്ഛനുണ്ടായിരുന്നു. അത് ഞങ്ങൾക്കും അങ്ങനെ തന്നെയായിരുന്നു. കഴിഞ്ഞ ദിവസം അച്ഛൻ്റെ അടക്കിന് പോയിട്ട് തിരിച്ചു വരുന്ന വഴിക്കും കടയിൽ കയറിയപ്പോൾ ഞങ്ങൾക്ക് അങ്ങനെ ആ ഒരു പെട്ടെന്ന് ഓർത്തപ്പോൾ നമുക്കങ്ങോട്ട് അതിനെപ്പറ്റി അങ്ങോട്ട് ചിന്തിക്കാൻ നമുക്ക് പറ്റുന്നില്ല. ആ ഒരു ശൂന്യത എന്ന് പറയുന്നത് ഒരു ഭയങ്കര തീരാ നഷ്ടമാണ് നമ്മുടെ ഇടവകയ്ക്ക്. ഞങ്ങൾക്ക് ഷിൻസച്ചൻ വേർപിരിഞ്ഞ് തികച്ചും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തൊരിതാണ്. കാരണം ഞങ്ങൾക്ക് ചേട്ടനായിട്ടോ ഫ്രണ്ടായിട്ടോ അതിലുപരി എന്താ പറയുക അടുത്ത് പേഴ്സണലായി നമുക്കെന്ത് തുറന്ന് പറയാൻ പറ്റുന്നത്, നമുക്കിന്ന് തെറ്റ് വന്നാൽ കൂടി തിരുത്തി തരാൻ ഒരാളായിരുന്നു. എന്തിനും സപ്പോർട്ടീവായിരുന്നു. അച്ഛനൊരു വിദ്യാർത്ഥിയായിരിക്കെ തന്നെ അച്ഛൻ്റെ കർത്തവ്യങ്ങളും
ചെയ്ത് അച്ഛൻ ക്ലാസ് ടോപ്പറായിരുന്നു. അപ്പം നമ്മളോടെല്ലാം പറയും എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടെങ്കിലും പഠിക്കണം, ക്ലാസ്സിൽ നല്ല മാർക്കോടെ സ്കോർ ചെയ്ത് വലിയ ആളാവണം, പിന്നെ എന്തൊക്കെ പ്രതിസന്ധികൾ വന്നാലും അതിനൊക്കെ തരണം ചെയ്യാനുള്ള ഒരു വിൽ പവറൊക്കെ തരുമായിരുന്നു. പെട്ടെന്ന് അച്ഛൻ പോകുന്നു അക്സെപ്റ്റ് ചെയ്യാൻ ഒരിക്കലും പറ്റില്ല. ഞങ്ങളിൽ നിന്ന് അച്ഛൻ്റെ ഓർമ്മകളും അച്ഛൻ പറഞ്ഞ കാര്യങ്ങളെല്ലാം നമ്മളെല്ലാം മനസ്സിൽ സൂക്ഷിച്ച് അച്ഛൻ എന്നോർത്ത് നമ്മളിവിടെ ഉണ്ടാവും. ലൈനില്ലാത്ത ഒരു അജഗണമെന്ന് പറയുന്ന ഒരു അവസ്ഥയിലാണ് ഞങ്ങൾ. അതിന് വേണ്ട നടപടികൾ രൂപതാ കേന്ദ്രം സ്വീകരിക്കുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. പിതാവ് വന്നപ്പോൾ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞത് ഞങ്ങളെ അനാഥരാക്കി വിടില്ലെന്ന് ഞാൻ പിതാവിനോട് പറഞ്ഞു.